شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസിറാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. 8 മുതൽ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ നുഖിറ ഫിന്നാഖൂർ ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. 8, 9, 10 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. ഈ ആയത്തുകളിലെ തജ്വീദ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഫഇദാ നുഖിറ ഫിന്നാഖൂർ, ഫിന്ന ശരിക്കും അണിച്ച് പറയണം. ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ. യൗമഇദിൻ യൗമുൻ, തൻവീന് ശേഷം യാ വന്നു. അവിടെയും ഇദ്ഗാമും ബിഗുന്ന ആണ്, മടിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യണം. യൗമുൻ അസീർ. യൗമുൻ, മുൻ എന്ന തെൻവീൻ്റെ ശേഷം ഐന് വന്നു അല്ലേ? അപ്പോൾ സാക്കിന നൂൻ്റെയോ തെൻവീൻ്റെയോ ശേഷം ഐന് വന്നാൽ, അല്ലെങ്കിൽ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഹാറാണ് അവിടുത്തെ ഹുക്മ്, വ്യക്തമാക്കി പറയണം. യൗമുൻ അസീർ ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഫഇദാ നുഖിറ ഫിന്നാഖൂർ, എന്നാൽ കാഹളത്തിൽ ഊതപ്പെട്ടാൽ അല്ലേ? ഇനി അല്ലാഹു തആല പരിശുദ്ധ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയുകയാണ്. അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ തുടങ്ങുമ്പോൾ കാഫിരീങ്ങളായ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയുകയാണ്. ഫഇദാ നുഖിറ ഫിന്നാഖൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ. നുഖിറ എന്ന് പറഞ്ഞാൽ ഊതപ്പെടുക, നാഖൂർ എന്ന് പറഞ്ഞാൽ കാഹളം, ഊതപ്പെടുന്ന സാധനം ഉണ്ടാവുമല്ലോ. ഫഇദാ നുഖിറ ഫിന്നാഖൂരി, എന്നാൽ കാഹളത്തിൽ ഊതപ്പെട്ടാൽ. ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ, അത് രണ്ടാമത്തെ ഊത്താണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതായത് ആദ്യത്തെ റൂത്ത് എല്ലാവരും മരിക്കാനും, രണ്ടാമത്തെ റൂത്ത് എല്ലാവരും പുനർജനിക്കാനും ഊതപ്പെടും എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പോ ഇങ്ങനെ ഊതപ്പെട്ടാൽ ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ, ഫദാലിക അപ്പോഴത്, യൗമഇദിൻ അതായത് അന്നത്തെ ദിവസം, യൗമുൻ അതൊരു ദിവസം തന്നെയാണ്, അസീറുൻ പ്രയാസമുള്ള ഒരു ദിവസം. ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ, അപ്പോഴത് അന്നത്തെ ദിവസം പ്രയാസമുള്ള ഒരു ദിവസം തന്നെയായിരിക്കും. ആർക്കാ പ്രയാസം? അലൽ കാഫിരീന, കാഫിരീങ്ങളുടെ മേൽ, ഗൈറു യസീർ അത് എളുപ്പമാകുകയില്ല. കാഫിരീങ്ങൾക്ക് അത് എളുപ്പമല്ല. അലൽ കാഫിരീന കാഫിരീങ്ങളുടെ മേൽ ഗൈറു യസീരിൻ എളുപ്പമല്ലാത്ത ഒരു ദിവസമാണത്. അങ്ങനെ കാഹളത്തിൽ ഊതപ്പെട്ടാൽ ആ ദിവസം പ്രയാസമുള്ള ദിവസമാണ്, കാഫിരീങ്ങളുടെ മേൽ എളുപ്പമല്ലാത്ത ദിവസവുമാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും എന്നർത്ഥം. യസീർ എന്ന് പറഞ്ഞാൽ എളുപ്പം, അസീർ എന്ന് പറഞ്ഞാൽ പ്രയാസം അല്ലേ? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് സൂറത്തു ശർഹിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഉസ്ർ എന്ന് പറഞ്ഞാൽ പ്രയാസം, യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പം. അതിൽ നിന്ന് പോകുന്നത് തന്നെയാണ് ഇത്. അസീറുൻ പ്രയാസം, യസീറുൻ എളുപ്പം. ഓക്കെ. അപ്പോൾ ഈ കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഊതാൻ വേണ്ടി റെഡിയായി നിൽക്കുക എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റെഡിയായി ഇങ്ങനെ ആ ചുണ്ടിങ്ങനെ കാഹളത്തോട് ചേർത്ത് വെച്ച് നെറ്റിങ്ങനെ ചുളിച്ച് എപ്പോഴാണോ ആജ്ഞ കിട്ടുന്നത് അപ്പം ഊതാൻ
റെഡിയായി നിൽക്കുകയാണ് സാഹിബുൽ ഖർൻ, ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ ഹദീസിൽ, ഞാൻ എങ്ങനെ സുഖിക്കാനാണ് കാഹളത്തിൻ്റെ ആള് കാഹളത്തിൽ ഊതാൻ കാഹളം വായിൽ വെച്ച് നെറ്റിച്ചുളിച്ച് റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്, പിന്നെ ഞാൻ എങ്ങനെ സുഖിക്കാനാണ്? അപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത്? അങ്ങിപ്പോൾ വല്ലാത്ത ഈ ഒരു കാര്യത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചല്ലോ, ഞാൻ എങ്ങനെയാണ് സുഖിക്കുക എന്നുള്ള അങ്ങനെ പറയുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാവാൻ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ആ ദിവസം ഓർത്തുകൊണ്ടിരിക്കുക, അതിനോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽന, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽന എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു, അള്ളാഹു ആണല്ലോ ബരമേൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആൾ, ഞങ്ങൾക്ക് അള്ളാഹു മതി, ഞങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി, നിഅമൽ വക്കീൽ, അവൻ ബരമേൽപ്പിക്കപ്പെടുന്നവരിൽ എത്രയോ നല്ല ആളാണ് അവൻ, അലല്ലാഹി തവക്കൽന, അള്ളാഹുവിൻ്റെ മേൽ ഞങ്ങൾ ബരമേൽപ്പിച്ചിരിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന ആ ഒരു ആയത്തുകൾ 10 ആയത്ത് വരെ നമ്മൾ പഠിച്ചില്ലേ? ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ആയത്തുകൾ ഇങ്ങനെ അഭിസംബോധന ചെയ്ത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, അള്ളാഹുവിനോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ആ ഒരു കാര്യം, കാഹളത്തിൽ ഊതിയാൽ അന്നത്തെ ദിവസം ഭയങ്കര പ്രയാസകരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നബിയോടും സഹാബത്തിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിച്ച് മുന്നോട്ട് പോകണം. അതാണ് 8ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും ഒക്കെ സാരം. ഈ 8, 9, 10 ആയത്തുകളുടെ സാരവും അതിൻ്റെ താല്പര്യവും അതാണ്. ഭയങ്കര പ്രയാസമുള്ള ദിവസക്കാരട്ടോ അത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് ആ ദിവസം രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽന എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം. സുബ്ഹാനല്ലാഹ്. അലൽ കാഫിരീന ഗൈറു യസീർ, കാഫിരീങ്ങൾക്ക് ആ ദിവസം ഭയങ്കര പ്രയാസമായിരിക്കും. അത് പറഞ്ഞതുകൊണ്ട് അള്ളാഹു തആല താല്പര്യപ്പെടുന്നത് ഒരിക്കലും ആ കുഫ്രിയത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോകരുത്, ഒരിക്കലും പോകരുത്. അവർക്ക് ആ ദിവസം ഭയങ്കര പ്രയാസക്കാരും, അപ്പോൾ അതിന് പോകരുത് എന്ന് അള്ളാഹു നമ്മൾ ഉണർത്തുകയാണ്. കാഫിരീങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങൾ പോകരുത്, കുഫ്രിയത്തിലേക്ക് നിങ്ങൾ നീങ്ങരുത്. മനസ്സുകൊണ്ട് അകന്നു നിൽക്കണം, അവരുടെ ആശയം കൊണ്ട് അകന്നു നിൽക്കണം. അവരെന്തെങ്കിലുമൊക്കെ അവർ നിങ്ങളോട് ശത്രുത വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണടച്ച് കളയണം. അവരുടെ പാട്ടിന് പോയിക്കോട്ടെ, നമ്മൾ നമ്മുടെ പാട്ടിന് പോവുക. യുദ്ധത്തിന് അനുമതി ലഭിച്ചാൽ അവർക്കെതിരെ നിങ്ങൾ പോരാടുകയും ചെയ്യുക. അതല്ലാതെ അവരുടെ ശല്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല എന്നുകൂടെ സമാധാനിപ്പിക്കുകയാണ്. അവർക്ക് വലിയൊരു പ്രയാസമുള്ള ദിവസം വരാനുണ്ട്. ആ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങളും ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകളിലേക്ക് ഒരിക്കലും മുഅ്മിനീങ്ങളായ ആളുകൾ പോകരുത്. മുഅ്മിനീങ്ങളായ ആളുകളോട് കാഫിരീങ്ങളായ ആളുകളോട് നിങ്ങൾ നയപരമായി പെരുമാറുകയും അവരെ പരമാവധി ദീനിൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും പ്രയാസകരമല്ലാത്ത വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം വളരെ പ്രയാസമേറിയ ഒരു ദിവസം അവർക്ക് മുന്നിൽ വരാനുണ്ട് എന്ന് അവരെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കുകയും അവരെ ദീനിൻ്റെ വഴിയിലേക്ക് നടത്താൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം. ഇതും അതിൻ്റെ ഉദ്ദേശമാണ്. കുഫരിയത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്നും പ്രയാസകരമായ ഒരു ദിവസം നേരിടേണ്ടി വരുന്ന അത്തരം ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണമെന്നും ഒക്കെ ഈ ആയത്തിൻ്റെ താല്പര്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആയത്തിൻ്റെയും അർത്ഥവും ആശയവും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആയത്താണ് പഠിക്കാനുള്ളത്, 11ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർനി വമൻ ഖലഖതു വഹീദാ. ഇവിടെ മുതൽ അങ്ങോട്ട് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞാലേ ഇനി ഉള്ള ആയത്തുകളുടെ ആശയം ശരിക്കും മനസ്സിലാവുകയുള്ളൂ. ദർനി വമൻ ഖലഖതു വഹീദാ. ദർനി, എന്നെ വിട്ടേക്കുക. വമൻ ഖലഖതു, ഞാൻ സൃഷ്ടിച്ചവനെയും വിട്ടേക്കുക. വഹീദൻ, ഒറ്റക്ക് വിട്ടേക്കുക. എന്നെയും ഞാൻ പടച്ച ഒരാളെയും വെറുതെ വിട്ടേക്കൂ, അവൻ്റെ കാര്യം ഞാൻ നോക്കാം. വലീദ് ബിൻ മുഗീറയുടെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. അല്ലാഹു തആല ഭീഷണിയുടെ സ്വരത്തിൽ, അതല്ലെങ്കിൽ കർക്കശമായ സ്വരത്തിലാണ് ഈ ആയത്ത് പറയുന്നത്.
എന്നെയും ഞാൻ പടച്ച ആ ചങ്ങായില്ലേ ഓൻ ഇങ്ങോട്ട് വിട്ടേക്കി, അത് ഞാൻ നോക്കിക്കോളാം, ഓൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവൻ്റെ കാര്യം ഞാൻ ഏറ്റവും നമ്മൾ പറയില്ലേ, ഓൻ എനിക്ക് വിട്ടെന്നറിയും നമ്മൾ പറയില്ലേ എന്നതുപോലെയാണ് അള്ളാഹു ഈ ആയത്ത് സംസാരിക്കുന്നത്. നീ എന്നെ വിട്ടേക്കൂ, ഒമൻ ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചവനെയും വിട്ടേക്കൂ, വഹീദൻ ഞാൻ ഒറ്റക്ക് സൃഷ്ടിച്ചവനെയും വിട്ടേക്കൂ, വേറെ ആരും ഓനെ സൃഷ്ടിക്കാൻ കൂടിയിട്ടില്ല, ഞാൻ തന്നെയല്ലേ സൃഷ്ടിച്ചത്, പിന്നെ ഓനാണ് വിട്ടേരി ഞാൻ നോക്കിക്കൊള്ളാം എന്ന്. എന്താണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലങ്ങൾ? ഇനി 11 മുതലുള്ള ആയത്തുകൾ പഠിക്കാൻ, 11 മുതൽ 30 വരെയുള്ള ആയത്തുകൾ പഠിക്കാൻ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. 11 മുതൽ 30 വരെയുള്ള ആയത്തുകൾ വലീദ് ബിൻ മുഗീറ എന്ന കൊടിയ മുശ്രിക്കിന്റെ വിഷയത്തിലാണ് അവതരിച്ചത്. ഇത് അവതരിക്കാനുള്ള കാരണം ചെറുതും വലുതുമായ പല റിവായത്തുകളിലും പലതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വലീദ് ബിൻ മുഗീറയുടെ കാര്യത്തിലാണ് എന്നതിൽ എല്ലാ മുഫസ്സിരീങ്ങൾക്കും ഏകാഭിപ്രായമാണ് ഉള്ളത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ വലീദിന്റെ കാര്യത്തിലാണ് ഇത് അവതരിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഇമാം ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു റിവായത്തിന്റെ അതിൻ്റെ ഒരു ആശയം നമുക്ക് പറയാം, എന്നിട്ട് നമുക്ക് ആയത്തിന്റെ വിശദമായ അർത്ഥങ്ങളിലേക്ക് കടക്കാം. വലീദ് ബിൻ മുഗീറ ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഖുർആൻ ഓതിത്തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ അത് ഓതിക്കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ ഓതിയത് കേട്ടപ്പോൾ ഫക്ക അന്നഹു റഖലഹു, ആ ഖുർആൻ കേട്ടപ്പോൾ മനസ്സിനൊരു ഇളക്കം തട്ടിയതുപോലെ തോന്നി, വലീദിന്റെ ഹൃദയത്തിനൊരു അലിവുണ്ടായതുപോലെ തോന്നി. ഈ വിവരം എങ്ങനെയോ അബൂജഹലിന്റെ അടുത്തെത്തി. ഇതാ വലീദ് ഖുർആൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഓനെ മനസ്സിളകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഉടനെ അബൂജഹൽ ഓടിപ്പാഞ്ഞു വന്നില്ലേ, ഓനാകെ പേടിച്ചിരിക്കല്ലേ, ഇത് ആരെങ്കിലും ഇത് കേട്ട് മുസ്ലിം ആവും എന്നുള്ളതാണ് ഓരോ പ്രധാനപ്പെട്ട പേടി. മാത്രമല്ല വലീദിനെ പോലെ സമൂഹത്തിൽ നിലയും വിളവുള്ള വലിയൊരു പണ്ഡിതൻ അല്ലെങ്കിൽ വലിയൊരു സമ്പന്നൻ, വലിയൊരു നേതാവ് മുസ്ലിം ആയി കഴിഞ്ഞാൽ ആൾക്കാർ കുറെ പിന്നാലെ കൂടൂലേ. ഓൻ വേ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, വലീദ് നിങ്ങൾക്ക് ആൾക്കാർക്ക് കൂടി പിരിവിടുന്നുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടി ആൾക്കാർക്ക് കൂടി പിരിവിടുന്നുണ്ട്. ഇന്ന ഖൗമക യുരീദൂന അൻ യജ്മഉ ലക മാലൻ, കുറച്ച് പൈസ നിങ്ങൾക്ക് കൂടി ഒരുമിച്ച് കൂട്ടി തരാൻ വേണ്ടി അവരവിടെ പരിശ്രമിക്കുന്നുണ്ട് ആൾക്കാർക്ക് കൂടി. വലീദ് ചോദിച്ചു, എന്തിനാപ്പത് നിങ്ങൾക്ക് തരാന്? അബൂജഹൽ പറഞ്ഞു, നിങ്ങൾക്ക് തരാന്? നിങ്ങൾ എന്ത്, ഞാൻ വലിയ പണക്കാരനല്ല, എനിക്ക് എന്തിനാ കാശ്? അപ്പൊ അബൂജഹൽ പറയാ, എന്നിട്ടാ നിങ്ങൾ മുഹമ്മദിന്റെയും അവന്റെ കൂട്ടുകാരുടെയും അടുത്തേക്ക് പോയത് പൈസ വാങ്ങാൻ, അവരുടെ അടുത്തുള്ളത് തിന്നാൻ, അവരുടെ അടുത്തുള്ള ഭക്ഷണം കഴിക്കാൻ, അവരുടെ അടുത്ത് എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങാൻ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയത്? അബൂജഹൽ എന്താണ് പറയാ, ഒരു മുഴം മുമ്പേ എറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാണോ നിങ്ങൾ മുഹമ്മദിന്റെ അടുത്തേക്ക് പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടെ നിന്ന് കിട്ടാൻ എന്തെങ്കിലും കിട്ടുന്നൊക്കെ പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയത്? അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ പൈസ കൂട്ടി പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിരിച്ചിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ വലീദിന്റെ സത്യത്തിൽ ദേഷ്യം പിടിച്ചു. വലീദ് പറഞ്ഞു, ഞാൻ ഖുറൈശികളെ വലിയ നേതാവെന്ന് നിങ്ങൾക്കറിയില്ലേ, എൻ്റെ അടുത്തുള്ള അത്ര വയസ്സങ്ങളെ താരത്തുള്ളത്. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ആളുകളുടെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു പ്രസ്താവന ഇറക്കണം. മുഹമ്മദിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉള്ള ഒരു പ്രസ്താവന, നിങ്ങൾക്ക് അദ്ദേഹത്തോട് വെറുപ്പാണ്, ഞാൻ ഖുർആൻ കേൾക്കാൻ പോയതൊന്നുമല്ല, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നൊരു പ്രസ്താവന നിങ്ങൾ ഇറക്കണം. എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ആൾക്കാരുടെ ഇടയിൽ പറയണം, കാരണം ആളുകളൊക്കെ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണെന്ന് പറഞ്ഞു അബൂജഹൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താ പറയുക, വലീദ് പറഞ്ഞു, ഞാൻ എന്ത് പറയാനാണ് അദ്ദേഹത്തെക്കുറിച്ച്, മുഹമ്മദിനെ കുറിച്ച് ഞാൻ എന്ത് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന് തന്നെ സത്യം, നിങ്ങളൊരാളും തന്നെ എന്നേക്കാൾ കവിത അറിയുന്ന ആളുകളായിട്ടില്ല, പദ്യം അറിയുന്ന ആളുകളില്ല, ജിന്നുകളുടെ കവിത അറിയുന്നവരില്ല, എന്നെക്കാളും അറിയുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലല്ലോ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അള്ളാഹുവാണ് സത്യം, ഈ പറയുന്ന ഒന്നിനോടും മുഹമ്മദ് പറയുന്നത് യോജിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കവിതയല്ല, ജിന്നുകളുടെ കവിതയല്ല, പദ്യമല്ല, ഒന്നുമല്ല. അതിൽ എന്തോ ഒരു മാധുര്യം ആ പറയുന്ന വാക്കുകൾക്കുണ്ട്. ആ വാക്ക് തീർച്ചയായിട്ടും ഉയർന്നു പൊങ്ങുക തന്നെ ചെയ്യും, ബാക്കിയുള്ളതൊക്കെ താഴ്ന്നു വരികയും ചെയ്യും. സമുന്നതമായ കലാമുകളാണ്, എന്തൊക്കെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്, അതിൻ്റെ മേലെ ഒന്നും തന്നെ ഉയർന്നു പൊങ്ങുകയില്ല എന്നൊക്കെ വലീദ് പറഞ്ഞു അബൂജഹലിനോട്. ഞാൻ എന്താ അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാം? നിങ്ങൾ എന്നെക്കുറിച്ച് എന്നോട് മുഹമ്മദിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായ അഭിപ്രായം പറയാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ പറയാം? സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞപ്പോൾ അബൂജഹലിന് തീരെ എന്താണ് പറയാ, ആകാൻ കബറുതില്ലാതെ. അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണം,
മുഹമ്മദിനെ കുറിച്ച്, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല, അല്ലാതെ ആളുകൾ അടങ്ങിയിരിക്കില്ല. കുറേ പറഞ്ഞ് നിർബന്ധിപ്പിച്ച അവസാനം വലീദ് പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ ശരി, എന്നെ വിട്ടേക്കൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ കുറേ ആലോചിച്ച് വീണ്ടും ആലോചിച്ച് അല്ലാഹു തആല അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഫക്കറ വഖദ്ദറ ഫഖുദ്റ കൈഫ ഖദ്ദറ എന്നൊക്കെ പറയാം, നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇത് സിഹർ തന്നെയാണ്. നേരം കണ്ട് തല കുത്തണം പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ. സുബ്ഹാനല്ലാഹ്. ഈ അവസരത്തിലാണ് ഈ 11 മുതൽ 30 വരെയുള്ള ആയത്തുകൾ അവതരിച്ചത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.